തിരുവനന്തപുരത്തെ മൂന്നാർ എന്നറിയപ്പെടുന്ന പൊന്മുടിയിലേക്കൊരു യാത്ര പോയാലോ? പ്രവേശന സമയം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ്. സഞ്ചാരികൾ ആ സമയം പാലിച്ച് വേണം ഇങ്ങോട്ട് വരാൻ. കാരണം ഞങ്ങൾ ഒരു തവണ വന്നിട്ട് തിരിച്ചു പോകേണ്ടി വന്നു. ഉൾക്കാടിലേക്കും എസ്റ്റേറ്റുകളിലേക്കുമുള്ള വഴിയാണിവ. ഇവിടോട്ടൊന്നും സഞ്ചാരികൾ ഒറ്റയ്ക്ക് പോകുന്നത് ഉചിതമല്ല. പൊന്മുടി റൂട്ടിൽ ഏറ്റവും ആകർഷണമായിട്ടുള്ളത് കല്ലാറാണ്. ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോയിട്ടുള്ള പ്രദേശമാണിവ. പെട്ടെന്നുള്ള മലവെള്ളപ്പാച്ചിലും നിലയില്ലാത്ത കയങ്ങളുമാണ് ഇവയ്ക്കുള്ള പ്രധാന കാരണം. പോരുന്ന വഴിയിലെല്ലാം പലയിടങ്ങളിലായി നദിയിലേക്ക് ഇറങ്ങല്ലേ എന്ന് പറഞ്ഞ സൈൻ ബോർഡ് ഞങ്ങൾ കണ്ടിരുന്നു. ഇവയെ പലരും അവഗണിക്കുകയാണ്. തൂർന്ന മരങ്ങളും മൊത്തം കാടാണ് കേട്ടോ. കാടിനകത്തൂടെയാണ് ഈ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. പൊന്മുടിയിലോട്ട് പോകുന്ന റൂട്ടാണ്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സൂപ്പറായിട്ടുള്ള ക്ലൈമറ്റും അടിപൊളിയായിട്ടുള്ള കാഴ്ചകളുമാണ് ചുറ്റുമുള്ളത്. ഫുഡ് കൊണ്ടുവരുന്നവർക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഫുഡ് വേസ്റ്റ് ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ തന്നെ ഇട്ടേക്കണേ. ഫുഡ് കൊണ്ടുവരുമ്പോൾ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് കൊണ്ടുവരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാടാണ്, അനിമൽസിന് അത് വളരെയധികം ഉപദ്രവം ചെയ്യും. ഈ കുഞ്ഞൻ വെള്ളച്ചാട്ടത്തിന് നല്ല തണുപ്പുണ്ടേ. മഴക്കാലത്തൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക, കുളയട്ടയുടെ സാന്നിധ്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പോകുന്ന വഴിയിൽ ധാരാളം തേയില എസ്റ്റേറ്റുകളൊക്കെ ഉണ്ട്. അവിടേക്ക് ഒന്നിറങ്ങി അവിടുത്തെ സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് യാത്ര തുടരാം. തേയില പറിച്ച് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണേ അത്. തേയിലകൾക്കിടയിൽ കണ്ടെത്തിയതാണേ ഒരു കുഞ്ഞനെലി, ഒരു വെറൈറ്റി എലി. എലികളുടെ സാന്നിധ്യമുള്ള സ്ഥിതിക്ക് നിർബന്ധമായിട്ടും അവിടെ പാമ്പിൻ്റെ സാന്നിധ്യവും കാണാൻ സാധ്യതയുണ്ട്. ഇവിടേക്ക് ഇറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണേ. തേയിലയുടെ പൂവാണേ, തേയിലയുടെ മൊട്ടാണേ ഇവ. ട്രിവാൻഡ്രം, കാട്ടാക്കട എന്നീ ഡിപ്പോയിൽ നിന്ന് പൊന്മുടിക്ക് ഡയറക്റ്റായിട്ട് KSRTC സർവീസ് ഉണ്ടേ. പൊന്മുടി ഹിൽ ടോപ്പിലോട്ട് പോകുമ്പോൾ അവിടത്തേക്കൊരു പ്രവേശന ഫീസുണ്ട്. ഒരാൾക്ക് 40 രൂപയും കാറിന് 40 രൂപയും. അങ്ങനെ ഞങ്ങൾക്കായിട്ടുള്ളത് 120 രൂപയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ഹിൽ ടോപ്പ് പോകാതെ KTDCയുടെ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്ന ഭാഗത്തോട്ട് താഴോട്ട് വന്നതാണ്. റീൽസിലും വീഡിയോകളിലൊക്കെ നിറഞ്ഞു നിന്ന ആ പടിക്കെട്ടുള്ള ഭാഗത്തോട്ട് ഇപ്പോൾ പ്രവേശനമില്ല എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. KTDCയുടെ റെസ്റ്റോറൻറ്റിന് സമീപം തന്നെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. ചായ, കോഫി, ലഘുഭക്ഷണം എല്ലാം അവിടെ അവൈലബിൾ ആണ്. പൊന്മുടി ട്രിപ്പിന് ഒന്നിലധികം ദിവസത്തെ പ്ലാൻ ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റേ നമുക്ക് KTDCയിൽ എടുക്കാവുന്നതാണ്. ബുക്കിംഗ് ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കും. പൊന്മുടി പോലീസ് സ്റ്റേഷൻ ഹിൽ ടോപ്പിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. കാനനപാതയും ഹെയർ പിന്നുകളും ചുരപ്പാതയും എല്ലാം ചേർന്നാണ് പൊന്മുടി യാത്ര. എല്ലാ വളവുകളിലും ഹോൺ അടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങൾ ഇത്തവണ പോയപ്പോഴും ഒരു ആക്സിഡൻറ്റ് വിറ്റ്നസ് ചെയ്യേണ്ടി വന്നു. കുറേ അധികം യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഹിൽ ടോപ്പിൽ എത്തിയിട്ടുണ്ടേ. KSRTC സർവീസ് നമുക്ക് ഇതുവരെ അവൈലബിൾ ആണ്. ബൈക്കിനും കാറിനുമുള്ള പാർക്കിംഗ് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. പ്രത്യേകം പാർക്കിംഗ് ഫീസൊന്നും കൊടുക്കേണ്ടതില്ല. പൊന്മുടി യാത്രയെ ഹൃദയഹാരിയാക്കുന്നത് ഇവിടുത്തെ ഈ കോടമഞ്ഞാണ്. ട്രിവാൻഡ്രത്ത് മൂടിക്കെട്ടിയ അന്തരീക്ഷമാണെങ്കിൽ പൊന്മുടിയിൽ കോട കിട്ടാനുള്ള ചാൻസ് വളരെ അധികമാണ്. ഇത് എൻ്റെ അറിവല്ല കേട്ടോ, ഇവിടെയുള്ള സ്റ്റാഫ് പറഞ്ഞതാണേ. പ്രൈവറ്റ് വാഹനങ്ങൾക്ക് ആ ചെക്ക് പോസ്റ്റിനപ്പുറം പോകാനായിട്ട് പാടില്ല. മെയിനായിട്ടുള്ള വ്യൂ പോയിന്റ് എല്ലാം ഈ ചെക്ക് പോസ്റ്റിന് ഇപ്പുറത്താണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മലകളും താഴ്വാരങ്ങളും എല്ലാം ഇവിടെ നിന്ന് കാണാൻ പറ്റും.
പുൽത്തൈലം ഉണ്ടാക്കുന്ന ചെടിയാണ് ആ സൈഡിൽ കാണുന്നത് കേട്ടോ. പുൽത്തൈലം ഉണ്ടാക്കാനായിട്ട് കിലോ കണക്കിന് ഈ ചെടി ആവശ്യമായിട്ട് വരും. മൂന്നാറിൽ പോയപ്പോൾ പുൽത്തൈലത്തിൻ്റെ ചെറുകിട വ്യവസായത്തിൻ്റെ ഒരു യൂണിറ്റിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പൊന്മുടിയുടെ മെയിൻ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ പോയിന്റാണിത്. ആ മഷ്റൂം ഹട്ടിലൊക്കെ മുമ്പ് ഇരുന്നതായിട്ടുള്ള ഒരു ഓർമ്മയുണ്ട്. ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് തുരുമ്പ് പിടിച്ചു പോയി. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടേ അമ്പാനെ. പൊന്മുടിയുടെ ഈ താഴ്വര കാഴ്ചകളൊക്കെ എത്ര മനോഹരമാണെന്ന് നോക്കിക്കേ. അവിടങ്ങളിലൊക്കെ സഞ്ചാരികൾക്ക് പോകാനായിട്ട് സാധിക്കും കേട്ടോ, പക്ഷെ വളരെയധികം കെയർഫുള്ളായിട്ട് പോകണം. ഹിൽ ടോപ്പിൽ ചായയും ചെറു പലഹാരങ്ങളും കിട്ടുന്ന ചെറിയ കടയുണ്ട്. ഇതിനു മുമ്പ് വന്ന 1-2 തവണ വളരെ വലിയ ക്യൂവിൽ നിന്ന് സ്ഥലം കാണാനായിട്ട് വന്നതിൻ്റെ സിംഹഭാഗ സമയവും അവിടെ സ്പെൻഡ് ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ തേയില ഇട്ട് കൊണ്ടുവരികയായിരുന്നു. ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടുമെന്ന് പറയുന്നത് സത്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. നല്ല ക്ലൈമറ്റാണ് കേട്ടോ, നല്ല ക്ലൈമറ്റ്. കുറച്ച് സമയത്തിനകം തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ വയ്യാത്ത രീതിയിലുള്ള മഞ്ഞ് വന്ന് മൂടിയിട്ടുണ്ടായിരുന്നു. മേഘത്തിനിടയിൽപ്പെട്ട പ്രതീതിയായിരുന്നു ഞങ്ങൾക്ക്. സമയം ഏതാണ്ട് 6 മണിയോട് അടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് കുറേ സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പുതിയൊരു ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. മുൻപേ പോയൊരു പ്ലേസാണ്, ഒരു വാച്ച് ടവർ. പോകുന്ന വഴിയിൽ മഞ്ഞ് മൂടിയിട്ട് ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി. ഞങ്ങൾ എത്തിപ്പെട്ടതാകട്ടെ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിലും. പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റ് ആണെന്ന് തോന്നുന്നു. അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ചെറിയ ക്യാബിൻ കണ്ടു. കൗതുകം കൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ മേലോട്ട് ചെന്നപ്പോൾ നിരോധിത മേഖലയുടെ ബോർഡ് കണ്ടായിരുന്നു. ഈ ക്യാബിനാകട്ടെ ഇരവിഴ പൂഞ്ചിറ എന്ന സിനിമയിലെ ക്യാബിനോട് ഏറെ സാദൃശ്യം തോന്നി. വഴി തെറ്റിയതാണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞങ്ങൾ ഉടനെ തന്നെ താഴത്തേക്ക് യാത്ര തിരിച്ചു. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്ലേസിൻ്റെ ഫ്രണ്ടിൽ തന്നെ കോഫി ഷോപ്പും ടോയ്ലറ്റ് സൗകര്യവും ഉണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഉൾക്കൊള്ളിക്കാൻ മറന്നുപോയി. കണ്ടാലും മതി വരാത്ത പൊന്മുടിയിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ.